ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനും ഈ ശുശ്രൂഷ ഏറ്റവും പരിശുദ്ധാത്മാ നിറവിൽ നടത്തപ്പെടുവാനുമായി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായി സത്യമുള്ള ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിയെ സ്തുതിയും ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നമുക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചുകൊള്ളണമേ. പാപികളും തന്നെ മനോടും രണ്ടിനോടും ചുരുപ്പുറമേ. സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും എന്നോടുകൂടെയും നീ മുഖാന്തരമുണ്ടാകാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദൈവാലയങ്ങൾ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വാത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരനോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെയും മായിച്ചകളയണമേ. നിന്റെ ന്യായവിധികളിലേക്ക് ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാലും ഞാൻ അനുഭവിച്ച പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടവന്നെ ഞാൻ നിന്നെ അറിയിച്ചു. നിന്റെ സ്വഭാവത്തിന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, കുറച്ച് മഞ്ഞിനേക്കാൾ വെണ്മയാകും. ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള സന്തോഷിക്കും എന്റെ പാപങ്ങളിൽ നിന്ന്. എന്റെ തിരുവന്തരിച്ചെന്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. നിന്റെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുത്തള്ളികളേറതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും ഇടയ്ക്കുകയും വരുതേ. നിന്റെ ആനന്ദവും രക്ഷയുമേ തിരിച്ചു തരണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവിയിലെങ്കിലേക്ക് ഇതിനെയും ചെയ്യും. ദൈവമേ, രക്തവാദം രക്ഷിക്കണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിർകളെ തുറക്കണമേ. എന്റെ വായത്തിന്റെ മഹത്വങ്ങളെ പാടും. സിയോനോട് നന്മ ചെയ്യണമേ. ഓർസലിനെ പഠനമേ. അപ്പോൾ നീതിയോടെ രക്ഷപ്പെടും. അപ്പോൾ നിന്റെ പേരെടുത്തുമേ കാടാൻ വിലയെ കയറും. ദൈവമേ
ബർഖുമോർ പിതൃശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായി ഇന്നലെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കവണ്ണമുള്ള ഐക്യമതിവരിലുണ്ടാവുകയും ചെയ്യണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും കരുണയും മനോഗുണവും യാചിക്കണം. വിജാതിപുത്രി തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വത കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മനോഹര സുരതന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സർവംശങ്ങളെ ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന സമയത്തും സകല വരുന്നാളുകൾക്കും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന് നാളെല്ലാം സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനായിരിക്കുന്ന ദൈവിക അനുഗ്രഹമുള്ളതുമായിരിക്കുന്ന ദൈവം തമ്പുരാനെ, അവിടുന്ന് അനശ്വര വെളിപ്പുള്ള മോറോനും അനാഥന്റെ മാറിനയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും എന്റെ ശക്തി തക്കവണ്ണം നിങ്ങളുള്ളതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ അവിടുന്നാകുന്നു. അവിടുത്തെ വിശുദ്ധസഭയ്ക്ക് നശിച്ചുപോകാത്ത അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യം കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അത് ധരിപ്പിച്ച് വെള്ളം കൊണ്ട് ആത്മാവിനും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിൽ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ
മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീഹന്മാർ മൂലകമായി അത് നീ ഇപ്പോൾ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷം മുതക്കാൻ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദം കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനെ വിശുദ്ധമായി തീരുവാൻ സംഗതിയായി തീരുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ പുത്രനായി മണവാളനും പുത്രിയായ മണവാട്ടി ഞാൻ സമ്പൂർണ്ണരും നിറമുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവിടെ വിവാഹ സകല മാലിന്യങ്ങളും മ്ലേച്ഛതയിൽ നിന്നും അകന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അബദ്ധമായി ഇവർ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മടവഴിയിൽ ഇവരെ ആയുഷ്കാലം മുഴുവനും വിവിധത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഏറന്മാരും മാലാഖമാരും ഇടവിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവരയിലേക്ക് കരുണയോടെ ആനയിക്കുകയും ചെയ്യണം. കർത്താവേ, സന്നിഹിതനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവിടുന്ന് സ്വന്തരാക്കൊള്ളണമേ. ഇവർ നിന്നോട് അനുഗ്രഹിക്കപ്പെടുന്ന വാഴ്ത്തനെയും തിരുവുമ്പാകുന്നു തൃപ്തി വരാതെ വണ്ണം ഇടപെടാൻ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സത്യമാണവാനായുള്ളവേ, തിരുമന്താവിന്റെ മധ്യസ്ഥം മൂലം പരസ്പരം ആവശ്യം ചെയ്യപ്പെടുകയും നിങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത്ത നടപടികളാകുന്ന മധുരപരമളമേശുവാൻ നീ ഇവരെ യോഗ്യരാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവിടെ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം
നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാറുഹായിക്കും സ്തുതിയും സ്തോത്രവും വരേണ്ടുകയും ചെയ്യുന്നു. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. വിശുദ്ധ സഭാ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിന്നിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്നതുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശുദ്ധ സ്വസ്ഥതയോടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിന്റെ പുത്രനും പരിശുദ്ധമായിരിക്കും ഈ സ്തുതിയേറ്റുകയും ചെയ്യുമാറാകട്ടെ. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേക മുഖാന്തരം പൂർത്തീകരിച്ച ദൈവമായ പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാവനയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിലയത്താൽ ഇവരെ സൃഷ്ടിയാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയും ഉതകുവാൻ ദൈവമായ സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭിതമായ ശുശ്വാന പുഷ്പങ്ങളെക്കാൾ സൗഭാഗ്യമേറിയ പരിഭാവതിയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുകയും ചെയ്യുവാനാകട്ടെ. നിന്റെ വിജയസ്നേഹായാലും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ നിന്റെ കൃപകൾ വർഷിക്കുകയും ചെയ്യുവാനാകണമേ. Amen.
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികൾ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യം നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലാണേ ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ ക്ഷമിക്കണമേ. പരീക്ഷയൊക്കെ പ്രവേശിപ്പിക്കണമേ. പിന്നോടമേ എന്നോട് രാജ്യശക്തിയും മോട്ടും എന്നെ കൃപ നിറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ശ്രീമാകുന്നു വാഴ്ത്തപ്പെടാവുന്നു. ഇപ്പോൾ എപ്പോഴും നമ്മുടെ സമയത്തും നിലയ്ക്കപ്പെട്ടവരെ വിവാഹ ശുശ്രൂഷയുടെ 1ാമത്തെ ഇവിടെ അവസാനിക്കുന്നു. 2ാമത്തെ കിരീടവാഴ്വിന്റെ ക്രമം ആരംഭിക്കുന്നതിന് മുമ്പായി ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, വിവാഹത്തിനായി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വന്ന് നിൽക്കുന്ന വധൂവരന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിന് മുന്നമേ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ നാം ആയിരിക്കുന്നത്. നമ്മുടെ മക്കൾ നിൽക്കുന്നതായി കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഈ അനുഗ്രഹീത സന്ദർഭം, സ്വർഗം വിഭാവനം ചെയ്തതായ ഒരു കുടുംബം ഇന്ന് ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്ന മനോഹരമായ ഒരു സന്ദർഭം. വിവാഹത്തിലെ നിർമ്മലമായിരിക്കുന്ന മാർഗത്തെ കുറിച്ചൊക്കെ ദൈവത്തിലെ തിരുവചനം നമ്മെ വളരെ ശുദ്ധമായ പഠിപ്പിക്കലുകൾ നൽകി തരുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പരിശുദ്ധനായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ 5-6 അധ്യായങ്ങളിൽ കൂടെ വളരെ ശുദ്ധമായ ഒരു പഠിപ്പിക്കലുകൾ നമുക്ക് നൽകി തരുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ എങ്ങനെയാണ് കരുതേണ്ടതും സ്നേഹിക്കേണ്ടതുമെന്നും ഭർത്താവിനോട് ഭാര്യ എങ്ങനെയാണ് വിധേയപ്പെട്ടിരിക്കേണ്ടതെന്നും അവരുടെ മക്കളോടുള്ള അവരുടെ കടമകളും മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള കടമകളും ഒക്കെ വളരെ ശക്തമായി തന്നെ ദൈവവചനത്തിൽ കൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. നല്ല സഭയുണ്ടാകണമെങ്കിൽ, നല്ല ഇടവകയുണ്ടാകണമെങ്കിൽ, നല്ലൊരു സമൂഹം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു കുടുംബം ഉണ്ടായേ മതിയാകും. മനുഷ്യന്റെ ഏകാന്തതയാണ് മനുഷ്യനെ പലപ്പോഴും പാപത്തിലേക്കും അരുതാത്ത ചിന്തകളിലേക്കും ഒക്കെ നയിക്കപ്പെടുവാനിടയെത്തിരിക. ആ ഏകാന്തത മനുഷ്യ ജീവിതത്തിൽ അവന്റെ നാശത്തിന് കാരണമാണ് എന്ന കണ്ടെത്തലാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് അവനെ നയിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ ഇനി അവർ രണ്ടല്ല ഒന്നായി തീരട്ടെ എന്നുള്ള ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ ഉന്നർത്ഥമായി തീരുന്നതായ അനുഭവം. ആ ദൈവീക വെളിച്ചത്തിൽ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ തന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാനായിട്ട് ഒരു ഭർത്താവ് എത്രമാത്രം കടപ്പെട്ടവനാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും ദൈവം വിശ്വസ്തതയും സൗമ്യതയും പരോപകാരവും ദീർഘക്ഷമയും വിശ്വസ്തതയും ഇന്ദ്രിയജയും പ്രകടിപ്പിക്കപ്പെടുവാൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഭാര്യയായി തീരുക. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ഒരു ഭാര്യയായി തീരുവാനായിട്ട് സാധ്യമായി തീരുക. അത്തരത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഈ പ്രിയപ്പെട്ട ദമ്പതിമാർ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന്റെ വഴികളിൽ കൂടെ നടക്കണമെന്ന് സഭയും സമൂഹങ്ങളും വിശുദ്ധ വേദപുസ്തകവും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ
നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ളതായ അനുഗ്രഹീതമായ മാതൃകകളെ പിന്തുടരുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും, പ്രത്യേകിച്ച് അനേക വെല്ലുവിളികൾ നേരിടുന്ന ലോകത്തിന് നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് അനേക കുടുംബങ്ങൾ തകർത്തെറിയപ്പെടുന്ന ഒരു ലോകത്തിന് നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തകർച്ചകളുടെ നടുവിലും അനുഗ്രഹീതമായ ജീവിതത്തെ നയിക്കേണ്ടതിനായി യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനായിട്ട് നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തു സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. രണ്ടു നേരം ജീവിതത്തിലെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ദൈവത്തോട് നിലവിളിക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിലെ ഏത് ആവശ്യങ്ങളിലും ഏത് ഭാരങ്ങളിലും ഏത് സന്തോഷങ്ങളിലും ക്രിസ്തു സ്നേഹത്തെ കണ്ടെത്തുവാനും യേശു ക്രിസ്തുവിന്റെ സാമീപ്യത്തെ അനുഭവിക്കുവാനും നിങ്ങൾക്കിടയായി തീരട്ടെ. രണ്ടു നേരത്തെ പ്രാർത്ഥനകളിൽ മുടക്കം കൂടാത്തവരായി, വിശുദ്ധാരാധനകളിൽ മുടക്കം കൂടാത്തവരായി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയായി തീരുമ്പോൾ മാത്രമാണ് അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ നയിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി തീരുകയുള്ളൂ. അത്തരത്തിൽ ജീവിതത്തിലെ വിശുദ്ധമായ വഴികളിൽ കൂടെ നടക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും, മാതാപിതാക്കന്മാർക്കും ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ വ്യക്തമായ സാന്നിധ്യത്തെ ചെലുത്തുവാനുണ്ട് എന്നുള്ളത് മാതാപിതാക്കന്മാരെ മറന്നുപോകരുത്. സർവ്വവിധമായ മംഗളങ്ങളും ഈ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികർക്കും വേണ്ടി കൂടെ ഈ സമയത്ത് നിങ്ങൾ തരികയാണ്. അനുഗ്രഹീതമായ സമ്പൽ സമൃദ്ധമായ സമാധാനത്തിന്റെ ഐശ്വര്യപൂർണമായ അനുഗ്രഹീത കുഞ്ഞുങ്ങളെ ദൈവം നൽകി സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച്, ഇവരുടെ മാതാപിതാക്കന്മാർക്കും എല്ലാവിധമായ മംഗളങ്ങളും നേർന്നുകൊണ്ട്, ഇവരുടെ കുടുംബജീവിതത്തിന് സർവ്വവിധമായ ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുക്കുമാറാകട്ടെ. ആമേൻ. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. അവിടുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥിയോടുകൂടി നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നടക്കും. നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവം
നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാരക് മോർഹോശോ വബകുലസ്ബാനുൽമി കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനുഭവകാറ്റമല്ലോരൗന്നിത്യവും എന്റെ നാഥാനെ കൃപയ്ക്കുമാകടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരുമായ സ്വയംഭൂവും മലാഖമാർദ്ദന സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് നിനക്ക് ആരാധനയ്ക്കുന്ന അനാഥം യുവജനവും ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദൈവത്തോന്നി തിരുവിട്ടുന്നതിലേക്ക് തിരുവരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന നിങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം നമ്മോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിഞ്ഞുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിയപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതുമായിരിക്കുന്നവരും തന്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്തവരുമായ ദൈവമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളുടെ അഗ്നിമയന്മാരുടെ കുറ്റങ്ങളുടെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിവരുടനുമായി നിന്റെ കൃപാപ്രഭാതത്താലും നിസ്സീമമായി നിന്റെ ദേവാലയസ്ഥാനന്മാരായി ഞങ്ങളുടെ സ്തോത്രവും നീ സന്തോഷിക്കുകയും എളിയവരും അന്യരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് ആവശ്യമുള്ളവ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിലക്കമുള്ളവനാകുന്നു. ശിശാർഹന്മാരുടെ പ്രതികാരത്തിൽ നീ ഉദാസനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സ്നേഹിതരായ കരുണകളിലും ദൈവന്റെ കണ്ണലിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായ പാതക്ക് വേണം ഇവർക്ക് സ്വാതന്ത്ര്യവും രക്ഷയും നൽകി ഇവരെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ക്ഷമിക്കുമാതൊക്കെ വേണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചോളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നരവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുമാനം ഇവർക്ക് സമ്മതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥന്മാരുമായി വർദ്ധിക്കുമാറാകണമേ.
നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് എടുത്തുവിടുവാനും ശ്രമിക്കപ്പെടുവാനായി സാത്താന്റെ ദാസനിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനതൊക്കെ വേണം അവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുതൽ തോപ്പിൽ നീക്കി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പങ്ങളുടെ ആചരണത്തിലും ദുഷ്ടതയുള്ളവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനാകണമേ. ദൈവത്തിൽ പറയാതെ വിശ്വാസികളാ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമന മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ലോകായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഒരുപാട്